എന്തായാലും ഇക്ക നല്ല സൂപ്പർ ക്യാപ്ഷൻ പറഞ്ഞു തന്നല്ലേ. ഇങ്ങനെ ഇപ്പൊ പണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്, പണ്ട് ഞാൻ വായിച്ചിട്ടുള്ളതാണ്, ആരുടെയോ ഒരു അനുഭവക്കുറിപ്പ്, ഒരു വലിയ സാഹിത്യകാരൻ്റെയോ മറ്റോ ഒരു പത്രത്തിൽ വായിച്ചിട്ടുള്ള. അയാളുടെ ചെറുപ്പത്തിൽ കുടയായിട്ട് അമ്മ കുട എടുത്തു കൊടുത്തു. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ കുട എടുത്തിട്ട് നിവർത്തിയിട്ട് ഈ വഴി കിടക്കുന്ന വെള്ളം കോരിയെടുത്ത് കളിക്കരുത് കേട്ടോ എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ അപ്പോഴാണ് അങ്ങനെ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുവരെ അങ്ങനെ ഒരു കാര്യം പുള്ളി ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പം മുതലൊരു എവിടെയാ വെള്ളം കെട്ടിക്കിടക്കുന്നത് നോക്കിയാൽ ഇദ്ദേഹം കുടയായിട്ട് പോവുക. ആ വെള്ളം കെട്ടിക്കിടക്കുന്നത് കണ്ടു, അതൊന്ന് കളിച്ച് കഴിഞ്ഞപ്പോഴാണ് സമാധാനമായിരുന്നു. ഈ കുടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ജോർജ് എന്ന് പറഞ്ഞാൽ ഏലൂർ ജോർജ്, എന്നൊക്കെ മിമിക്രി കൊണ്ടുവന്ന ജോർജാണ്. ജോർജിന് ഇതുപോലെ ഈ കുട വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ജോർജിൻ്റെ അപ്പച്ചൻ പല സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ട്, പല ഉപകരണങ്ങൾ കണ്ടുപിടിച്ചിട്ട് രാഷ്ട്രപതിയുടെ മെഡൽ വരെ കിട്ടിയിട്ടുണ്ട് FACTക്ക് വേണ്ടിയിട്ട്. പല മെഷീൻസൊക്കെ കണ്ടുപിടിച്ചിട്ട് അത്രയും തലയുള്ള. അപ്പോൾ ജോർജായിട്ട് പുതിയത് എന്തെങ്കിലും കണ്ടുപിടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജോർജ് ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരു കാലം കൂടെ ആയിട്ട് ഒരു ദിവസം ജോർജ് അന്ന് TV ഒക്കെ വന്നിട്ടുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അന്ന് പാരച്യൂട്ട് എവിടെയോ കണ്ട്. അങ്ങനെ പാരച്യൂട്ടിൽ ചാടണ സംഭവം വെച്ചിട്ട് വീടിൻ്റെ ചിമ്മിനിയുടെ മുകളിൽ കയറി. എന്നിട്ടൊരു കാലം കൂടെ, ഇവൻ്റെ അപ്പച്ചൻ്റെ കാലം കൂടെ ആയിട്ട് കയറി. എന്നിട്ട് ഈ കാലം കൂടെ ഇട്ട് ജോർജ് ചാടാൻ തീരുമാനിച്ച്, എന്നിട്ട് ലാൻഡ് ചെയ്യുമെന്ന് വിചാരിച്ചാണ് സേഫായിട്ട്. പക്ഷേ എവിടെയോ ഒരു സ്പാർക്കിൽ ഈ കാലം കൂടെ അങ്ങനെ ഇട്ടാൽ കറക്റ്റായിട്ട് വീഴുമെന്ന ഒരു ഡമ്മി പരീക്ഷണം. അതിനായിട്ട് ആദ്യം ഒരു ഇഷ്ടിക കെട്ടിയിട്ട് ഇത് ഇട്ട് നോക്കിയപ്പോഴേക്കും ആദ്യം കുട ഇങ്ങനെ തലയിരിഞ്ഞിട്ട് ഇഷ്ടിക വന്ന് വീണിട്ട് അതിൻ്റെ കമ്പിയൊക്കെ ഒടിഞ്ഞു പോയി. അല്ലാതെങ്കിൽ അന്നൊരു കാലം ആ പരീക്ഷണം നടത്തിയതുകൊണ്ട് അന്ന് കാലം കൂടെ കൊണ്ട് ജോർജിനെ കൊണ്ട് കാലം കൊണ്ടുപോയേനെ. അല്ല, ഞങ്ങൾക്ക് ഈ പറയാനുള്ള ഫ്രീഡം ഉള്ളതിന്റെ പേരിലാണ് പേരൊക്കെ പറഞ്ഞത്. അതെ, അത് നമുക്ക് പ്രഷർക്ക് അറിയാലോ. ആൻഡ് സാറും ഇപ്പൊ ദിലീപേട്ടനായിട്ട് ഒരുപാട് മൂവീസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ എടുത്തു നോക്കുന്ന മൂവീസ് എല്ലാം ഹിറ്റാണ്. നമ്മുടെ എപ്പോഴും മലയാളി പ്രേക്ഷകരുടെ നെഞ്ചിലേക്ക് ഏറ്റി വെക്കുന്ന ഒരുപാട് നല്ല മൂവീസ് ഉണ്ട്. അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള പഞ്ചാബി ഹൗസ്. ഇപ്പോഴും ബോറടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴും മനസ്സിൽ ഒരു സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ യൂട്യൂബിലൊക്കെ പഞ്ചാബി ഹൗസ് കാണുക. അപ്പം അതിലുണ്ടാവുന്ന ആ ഒരു ഫിലിം എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മലയാളി പ്രേക്ഷകർക്ക് ഫേവറേറ്റ് ആണ്. ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കാസ്റ്റിങ്ങും ആ ദിലീപേട്ടനായിട്ടുള്ള ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ? ദിലീപും ഞങ്ങൾ തമ്മിൽ ആദ്യമായിട്ട് ഒരുമിച്ച് ചെയ്യുന്ന സിനിമയാണത്. അതിൽ ശരിക്കും വേറെ ആർട്ടിസ്റ്റുകളായിരുന്നു അതിൽ ആദ്യം ആലോചിക്കുമ്പോൾ. എല്ലാം വലിയ താരങ്ങളും ഒക്കെ. ജയറാമായിരുന്നു ആദ്യം ഹീറോ ആയിട്ട്. നമ്മൾ വളരെ നേരത്തെ പ്ലാൻ ചെയ്യുമ്പോൾ ജയറാമായിരുന്നു അതിൽ. പക്ഷേ അത് കഴിഞ്ഞിട്ട് ജയറാം പിന്നെ കുറേ വലിയ ഹിറ്റുകൾ വന്നു, ആക്ഷൻ സിനിമകളൊക്കെ ചെയ്തു, ഒരു വലിയ സ്റ്റാർഡം വന്നു ജയറാമിന്. അപ്പോൾ ഇതിനകത്താണ് ഒരു വീട്ടിലെല്ലാവരെയും പേടിച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു പയ്യൻ്റെ വേഷമാണ് ഇതിൽ. അപ്പോൾ അതിൻ്റെ മുകളിലേക്കായി ജയറാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ദിലീപിലേക്ക് എത്തുന്നത് അതിൽ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് തുടങ്ങിയതാണ്. അത് ദൈവം സഹായിച്ച് ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം. കാരണം ആ കോമ്പിനേഷൻ വർക്കാവുന്നുണ്ട് എപ്പോഴും. ഞങ്ങൾ രണ്ടുപേരും ഒരു കാര്യം തീരുമാനിച്ച് അത് ചെയ്യാൻ തീരുമാനിച്ച് അതെപ്പോഴും ചെയ്തു വരുമ്പോൾ എപ്പോഴും ഭംഗിയാവാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത് വോയിസ് ഓഫ് സത്യനാഥനാണ്. അത് ശരിക്കും ഒന്ന് ട്രാക്ക് മാറ്റി ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തിയേറ്റർ റിലീസ് അല്ലായിരുന്നു. അത് ആ കൊറോണ സമയത്ത് പ്ലാൻ ചെയ്ത സിനിമയാണ്. അപ്പോൾ അത് OTTയിൽ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നു ആ സിനിമ തുടങ്ങിയത്. പക്ഷേ അപ്പോഴേക്കും ഒരു പുതിയ നിയമം വന്നു, തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ട് OTT കൊടുക്കാൻ പാടുള്ളൂ എന്ന്. ഒരു എക്സിബിറ്റേഴ്സോ പ്രൊഡ്യൂസേഴ്സോ അങ്ങനെ എന്തോ ഒരു ഇത് വന്നിട്ടാണ് പിന്നീട് അത് തിയേറ്ററിലേക്ക് ആക്കിയത്. ഇപ്പോൾ ഒരു പുതിയ സിനിമയുടെ തിരക്കഥ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പുതിയ സംവിധായകനാണ് ചെയ്യുന്നത്. അത് ഹി ആൻഡ് ഷീ എന്നാണ് അതിൻ്റെ പേര്. അതിപ്പോൾ ഉടനെ ഷൂട്ടിംഗ് തുടങ്ങും. ദിലീപ് ഹീറോ ആയിട്ടുള്ള ദിലീപും മമതയും. ഓക്കെ, ദിലീപേട്ടനും മമത എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഉണർവ്, ഒരു ഊർജ്ജമൊക്കെയാണ്. അവരുടെ ഒരു ഹിറ്റ് പേഴ്സ് ആണ്. കോമ്പിനേഷൻ ഭയങ്കര എന്താ പറയാ ഹിറ്റാണ് എല്ലാവരുടെ ഇടയിൽ. സോ ഞങ്ങൾ വെയിറ്റിംഗ് ആണ്.